വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഷെമി ഭർത്താവ് അബ്ദുൾ റഹീമിനെ തിരിച്ചറിഞ്ഞതായി സുഹൃത്ത് അബൂബക്കർ. മകൻ ബന്ധുവിന്റെ വീട്ടിലെന്നും കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്നും ഷെമി പറഞ്ഞു. കൂടുതൽ ചോദിക്കുന്നത് ഇളയ മകനെക്കുറിച്ചെന്നും അബൂബക്കർ മാധ്യമങ്ങളോട് പറഞ്ഞു. നാട്ടിലെത്തിയ അബ്ദുൾ റഹീം ഭാര്യയെ കണ്ടതിന് ശേഷം ബന്ധുക്കളുടെ ഖബറടക്കിയ പള്ളിയിലെത്തി. ടിൻഡു ദാസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടിൻഡു, ഇതിൽ വ്യക്തത വരേണ്ട കാര്യം ഷെമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും അഫ്സാന്റെ മരണം ഷെമിയെ അറിയിച്ചിട്ടില്ല. മാത്രവുമല്ല, ഭർത്താവിന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതായി ഷെമി അറിയിച്ചിട്ടില്ല ഇതുവരെ എന്ന് തന്നെയാണല്ലേ? തീർച്ചയായിട്ടും ദേവിക, ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഷെമിയെ വിദേശത്ത് നിന്ന് വന്ന അബ്ദുൾ റഹീം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷെമിയെ പോയി കണ്ടിരുന്നു. ആ സമയത്തും ഷെമി ആവർത്തിച്ച് പറയുന്നത് ഇത്തരത്തിൽ കട്ടിലിൽ നിന്നും വീണ് തലയിടിച്ച് പരിക്കേറ്റതാണ് എന്നാണ് ആവർത്തിച്ച് പറയുന്നത്. ഇളയ കുട്ടിയെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഇളയ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ICU ആയതുകൊണ്ട് കൊണ്ടുവരാൻ സാധിക്കില്ല, അവന് പരീക്ഷ ആയതുകൊണ്ട് തന്നെ ബന്ധുവായിട്ടുള്ള അബൂബക്കറിൻ്റെ വീട്ടിൽ ഇളയ കുട്ടി ഉണ്ട് എന്നാണ് ഷെമിയോട് അബ്ദുൾ റഹീം പറയുന്നത്. അതോടൊപ്പം തന്നെ അഫാനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ കാര്യങ്ങളൊന്നും പുറത്ത് പറയുന്നില്ല. നിലവിൽ അഫാൻ എവിടെയാണെന്ന് പോലും ചോദിച്ചാൽ അഫാനെ പറ്റി ചോദിക്കുന്നുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ അബ്ദുൾ റഹീമിനോടും പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ കട്ടിലിൽ നിന്നും തറയിൽ വീണ് തലയിൽ പരിക്കേറ്റത് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു പക്ഷേ ഷെമി ഈ ഒരു മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഷെമിയുടെ മൊഴി എടുക്കാനുള്ള സാധ്യതയില്ല. കാരണം ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും അപകടനില തരണം ചെയ്തിട്ടില്ല. സംസാരിക്കാനും ആളുകളെ തിരിച്ചറിയാനും ഒക്കെ സാധിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിലൊരു ഒരു സംഭവം നടന്നിട്ടുള്ളതായിട്ട് പറയാനായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഷെമി എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസും ആശുപത്രി അധികൃതരും ഇത്തരത്തിൽ മരണങ്ങൾ, കൊലപാതകങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇന്ന് അബ്ദുൾ റഹീമിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തില്ല എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇന്ന് അബ്ദുൾ റഹീം വിദേശത്ത് നിന്ന് വന്ന് ഇത്തരത്തിൽ ഷെമിയെ പോയി കണ്ടു. അവിടെ നിന്നും ഷെമി ഇപ്പോൾ ഇനി ഒരു അല്പസമയത്തിനകം കല്ലറ പാങ്ങോട് താഴെപ്പള്ളിയിൽ വരും. ആ താഴെപ്പള്ളിയിൽ വന്ന് ഇവരുടെ ബന്ധുക്കളുടെ ഖബർ സന്ദർശിക്കും. ഖബറിലെത്തി പ്രാർത്ഥന നടത്തിയതിനു ശേഷം ഈ അബ്ദുൾ റഹീമിന് ഇത്തരത്തിലുള്ള മയ്യത്ത് പ്രാർത്ഥനകളിലൊന്നും പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തതിന് ശേഷം ഇനി തൊട്ടടുത്ത് തന്നെയാണ് ഉമ്മയുടെ വീട്ടിലേക്ക് പോകും. അവിടെ ബന്ധുക്കളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും ഈ അബ്ദുൾ റഹീമിൻ്റെ മൊഴി എടുക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അഫാൻ്റെ മൊഴി പോലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അഫാൻ പലപ്പോഴും പല രീതിയിലാണ് പോലീസിനോട് പ്രതികരിക്കുന്നത്. ഇന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞിട്ടുള്ള കാര്യം ഇത്തരത്തിൽ ഈ കൂട്ടക്കൊലപാതകങ്ങൾ നടത്തിയ ശേഷം ഏതാണ്ട് 3 മണിയോടുകൂടി ഈ പെൺ സുഹൃത്തായ ഫർസാനെ വീട്ടിൽ വിളിച്ചു വരുത്തി ഉമ്മുമ്മായെയും വല്യുമ്മാനെയും കൊലപ്പെടുത്തിയതും അമ്മയെ എത്തരത്തിൽ ആക്രമിച്ച് വീട്ടിലുള്ള കാര്യം ഫർസാനയോട് സംസാരിക്കുമ്പോൾ ഫർസാന പറയുന്നുണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്നുള്ള കാര്യം ഫർസാന സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഫർസാനയുടെ മരണത്തിന് തൊട്ട് മുമ്പ് അഫാൻ ചെയ്ത ഈ ക്രൂരതകളെല്ലാം ഫർസാനയോട് പറഞ്ഞിരുന്നു എന്നാണ് ഇന്ന് അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അതിനുശേഷമാണ് തലയ്ക്ക് ചുറ്റികയ്ക്ക് അടിക്കുന്നത്. അതിനുശേഷം ആദ്യത്തെ ഒരു പ്രാവശ്യം അടിച്ചതിന് ശേഷം 27 പ്രാവശ്യം അഫാനയുടെ മുഖത്ത് ഈ ചുറ്റി കൊണ്ട് ആഞ്ഞടിക്കുന്നുണ്ട് എന്നാണ് ഇന്ന് പോലീസിന് മൊഴിയായി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ അഫാന്റെ മൊഴിയിൽ പോലീസിന് ഒരു വിശ്വാസ്യതയില്ല. കാരണം അഫാന്റെ മാനസിക നിലയെ സംബന്ധിച്ചിടത്തോളം പോലീസിന് ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ റിപ്പോർട്ട് രൂപീകരിച്ചുകൊണ്ട് അഫാന്റെ മാനസിക നില പരിശോധിക്കുകയാണ്. ഈ 78 ലക്ഷം രൂപയോളം കടമുണ്ട് എന്ന് പറയുമ്പോഴും അത് അഫാനെ ബാധിക്കുന്ന കടമല്ല എന്ന് പല ഘട്ടങ്ങളിലും പോലീസ് ആ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഉമ്മുമ്മയെ കൊല്ലാനുള്ള പ്രധാന കാര്യം ഉമ്മുമ്മ ഈ കടം വീട്ടാനുള്ള ഈ 3 പവൻ്റെ മാല അഫാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് കൊടുത്തില്ല. അതോടൊപ്പം തന്നെ ഈ ഉമ്മായെ നിരന്തരം ഉമ്മുമ്മ ഇത്തരത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. കാരണം ഉമ്മയുടെ പിടിപ്പുകേട് കാരണമാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനതകളും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാൻ കാരണമെന്ന് നിരന്തരം ഉമ്മയെ കുറ്റം പറയുമായിരുന്നു. അപ്പോൾ ഈ ഉമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഉമ്മയെ കാണാൻ വരുന്നതും ഈ മാല കൈക്കലാക്കുന്നത്, ഈ 1.5 പവൻ്റെ മാല കൈക്കലാക്കുന്നതും. ഈ സമയത്തും ഉമ്മയെ കുറ്റപ്പെടുത്തിയിരുന്നു. ആ ഒരു വൈരാഗ്യമാണ് ഉമ്മയെ കൊലപ്പെടുത്താൻ കാരണമായിട്ട് അഫാൻ ഇന്ന്
പോലീസിനോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ വല്യുമ്മയും അതോടൊപ്പം തന്നെ വല്യുപ്പയും നിരവധി തവണ ഇവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഇല്ലായ്മ, ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള പിടിപ്പുകേട്, ഇവരുടെ സാമ്പത്തിക ഭദ്രത എന്ന് പറഞ്ഞാൽ ഇവരുടെ പിടിപ്പുകേട് കൊണ്ടാണ് സംഭവിച്ചെന്ന രീതിയിൽ കുറ്റപ്പെടുത്തുമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ കാരണമായിട്ട് അഫാൻ ഇന്നും പോലീസിന് മൊഴി കൊടുത്തിട്ടുള്ളത്. അതായത് അല്പസമയത്തിനകം അബ്ദുൾ റഹീം ഈ പള്ളിയിലേക്ക് വരും. ഈ ഖബറിൽ എത്തി പ്രാർത്ഥന നടത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലേക്ക് പോകുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നിന്ന് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ദേവിക.